ഇത് രണ്ട് ബാച്ചായിട്ടാണ് അരയ്ക്കുന്നത്. ഇപ്പോൾ ഇതിൽ ഞാൻ ജീരകവും ഏലക്കായ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായി പൊടിച്ചെടുക്കട്ടെ കേട്ടോ. ഒരു നന്നായി അല്ല, അധികം നൈസാവണ്ട കേട്ടോ, ഒരു ചെറിയൊരു തരി കൂടെ പൊടിച്ചെടുക്കാം നമുക്ക്. ഇതേപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ശർക്കരപ്പാനി ഒഴിച്ച് നമുക്ക് അടിച്ചെടുക്കാം. ശർക്കരപ്പാനി ഒഴിക്കുമ്പോൾ അരിച്ചൊഴിച്ചോളൂ കേട്ടോ. ഇതിലേക്ക് രണ്ടാമത് അരച്ചതും കൂടി നമുക്ക് നന്നായി കലക്കി വയ്ക്കാം. അപ്പോൾ ഒരു 8 മണിക്കൂർ ഇരിക്കണം കേട്ടോ. എന്നാലത് ഇതിലേക്ക് ഉപ്പിട്ടുണ്ട് കേട്ടോ, ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാകത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഒരു വിസ്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് അപ്പക്കാരോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 8 മണിക്കൂറിന് ശേഷം നമുക്കിത് ഉണ്ടാക്കാം. നന്നായി മിക്സ് ചെയ്യണം കേട്ടോ, എന്നാലേ മാവ് ഇതാവുള്ളൂ. ഇപ്പം ഇതേ പരുവത്തിലാണ് ഇരിക്കണം, പിന്നെ ഇരുന്നത് ടൈറ്റാവും, പാകത്തിനാവും കേട്ടോ. ഇപ്പം നമുക്ക് 8 മണിക്കൂർ കഴിഞ്ഞ് കാണാം, ഉണ്ടാക്കാം കേട്ടോ. ഏലക്കായ ഇപ്പോൾ ചേർക്കാം കേട്ടോ. പഞ്ചസാര ഒന്നും അല്ല, നാളികേര കൊത്തൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഉണ്ണിയപ്പത്തിലേക്ക് നാളികേരം അങ്ങനെ ചേർക്കുള്ളൂ. നെയ്യപ്പത്തിൽ അങ്ങനെ നാളികേരം ഒന്നും ചേർക്കില്ല. ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം കേട്ടോ, നിങ്ങൾ ചേർക്കാറില്ല. അപ്പോൾ ഇതായിട്ട് കലക്കി വയ്ക്കാം. ഇനി ഇത് മൂടി വയ്ക്കാം. വെളിച്ചെണ്ണപ്പത്തിൻ്റെ മാവ് ഇന്നലെ അരച്ച് വെച്ചത് ഇന്ന് കാലത്താണ് ഞാൻ ഉണ്ടാക്കണേ കേട്ടോ. അപ്പോൾ നല്ലോണം ശരിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അപ്പം ഉണ്ടാക്കാം, വെളിച്ചെണ്ണപ്പം ഉണ്ടാക്കാം. ചീഞ്ചട്ടിയിൽ ഞാൻ സൺഫ്ലവർ ഓയിലും കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. 1 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നന്നായി ചൂടാവട്ടെ. നമുക്കിത് ഓരോ തവി കോരി ഒഴിക്കാം. നമ്മുടെ വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഓരോ തവി ഒഴിക്കാം കേട്ടോ. ഞാൻ ചൂടായോ എന്നറിയോ, ഒരു തുണ്ട് ഒരു കൈ കൊണ്ടൊന്ന് ഒറ്റിച്ച് നോക്കിയത്, അപ്പോൾ പൊന്തി വരണുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഒരു തവി ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കഴിയുമ്പോൾ പൊന്തി വരും കേട്ടോ, ഒന്നും ചെയ്യണ്ട. വെളിച്ചെണ്ണപ്പം പൊന്തി വന്നിട്ടുണ്ട്. അപ്പം ഈ ഓയിൽ ഇങ്ങനെ തെക്കി ഒഴിക്കാം കേട്ടോ അതിൻ്റെ മേലേക്ക്, എന്നിട്ട് തിരിച്ചിടാം. എന്താ നന്നായി കുക്കാവട്ടെ കേട്ടോ, മരിഞ്ഞ് കിട്ടട്ടെ. അപ്പോൾ ഇതായിട്ടുണ്ട്. നമുക്കിത് നന്നായി ചെരിച്ച് പിടിച്ചോളൂ കേട്ടോ. അപ്പോൾ ഈ വെളിച്ചെണ്ണയിലത്തെ വാന്ന് പൊക്കോളൂ. നമുക്ക് അടുത്തത് ഒഴിച്ചു കൊടുക്കാം. ഇതിങ്ങനെ പൊന്തി വരുമ്പോൾ ഈ വെളിച്ചെണ്ണ ഇങ്ങനെ തെക്കി ഒഴിക്കാം കേട്ടോ. അപ്പോൾ നന്നായി പൊന്തി വരും നടുവശം. നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഇഷ്ടപ്പെട്ട ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്തോളൂ. പക്ഷെ എൻ്റെ മൊബൈൽ കൊണ്ട് എടുക്കുന്ന കാരണം ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങളൊന്ന് ഇതായുള്ളൂ കേട്ടോ. പിന്നെ എനിക്ക് മറ്റേ ഇത് വെച്ചിട്ടൊന്നുമല്ല, മൈക്ക് വെച്ചിട്ടൊന്നുമല്ല സംസാരിക്കണം. അപ്പോൾ സൗണ്ട് കുറവുണ്ടാവും.
ഇങ്ങനെ നമുക്ക് ഓരോ നെയ്യപ്പം ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് കാട്ടിത്തരാം കേട്ടോ, അല്ലെങ്കിൽ ലെങ്ത്ത് കൂടും. ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ, വെളിച്ചെണ്ണയും ഒരു സ്പൂൺ നെയ്യാണ് കേട്ടോ. ഞാൻ ഓയിൽ എന്നാ പറഞ്ഞ, സൺഫ്ലവർ ഓയിലല്ല, വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യണത് കേട്ടോ. അങ്ങനെ നമ്മുടെ വെളിച്ചെണ്ണപ്പൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 ഗ്ലാസ് പൊടിക്ക് എനിക്ക് 13 വെളിച്ചെണ്ണപ്പമാണ് ഞാൻ ഉണ്ടാക്കിയേക്കണം കേട്ടോ, 13 അപ്പോൾ നടു നല്ല സോഫ്റ്റായി, അരികൊക്കെ നല്ല ക്രിസ്പി ആട്ടാ ഉണ്ടാ. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു.